ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു എഗ് പപ്സ് ആണ്. ഇത് ഞാൻ ഓവനിലല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പപ്സ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. പപ്സിൻ്റെ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത് ഞാൻ പലതായിട്ട് ഇങ്ങനെ നീളത്തിൽ കീറിയെടുത്തതാണ്. കുറച്ച് കുരുവൊക്കെ ഞാൻ ഇതിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട്. കുട്ടികൾ കൂടെ കഴിക്കാനുള്ളതായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി, കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളിക്കാണ്. ഇതൊരു തക്കാളിക്കുണ്ട്. വേണ്ട പൊടികൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത്രയുമാണ് വേണ്ടത്. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിത് 2 വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവോള വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറിവേപ്പില മുറിച്ചാണ് ചേർത്തിരിക്കുന്നത്. പിള്ളേർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറിവേപ്പിലായിട്ട് എടുത്ത് ദൂരെ കളയും. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാ ചേർത്തേക്കുന്നത്. പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാം. പക്ഷെ ഞാൻ 2 മുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇപ്പൊ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂണ് ഗരം മസാല. ഇത്രയും മതിയാവും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമണം മാറുന്നത് വരെ ഇതിട്ട് വഴറ്റണം. ഞാൻ ഇതിൻ്റെ അകത്ത് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ പപ്സ് ഒക്കെ കഴിക്കുമ്പോൾ ഒരു ചെറിയ മധുരമുള്ള മസാലയാണ് നമ്മൾ സാധാരണ കഴിക്കുന്നത്. അല്ലാതെ ഒരുപാട് എരിവുള്ളതല്ല സാധാരണ പപ്സിലെ മസാല. അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വേവിക്കാൻ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 സ്പൂൺ വെള്ളം കൂടെ വേണമെങ്കിൽ മസാലയ്ക്കകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. മസാല നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. തക്കാളിക്കൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഈ മസാലയിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ചൂടാറിയതിനു ശേഷം മാത്രമേ നമുക്കിത് ഫില്ല് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇതിന്റെ ചൂടൊന്ന് ആറി വരട്ടെ. മസാലയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. മുട്ടയും ഞാൻ ഇതുപോലെ 2 പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഷീറ്റ് എടുത്ത് വെക്കാം. അതിനു മുന്നേ ഞാൻ ഇതുപോലെ മൈദ ഇച്ചിരി വെള്ളം ചേർത്ത് ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒട്ടിക്കാനായിട്ട് മൈദ വേണം. മൈദ ഇല്ലെങ്കിൽ വെള്ളത്തിൽ ഒട്ടിച്ചാലും മതി, കുഴപ്പമില്ല. ഞാനിപ്പോൾ മൈദ ഉള്ളതുകൊണ്ട് എടുത്തന്നേ ഉള്ളൂ. ഒരു മുട്ട ഞാൻ ഇതുപോലെ കലക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പപ്സ് എല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം അതിന്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാനാണ്. ഇനി നമുക്ക് ഈ ഷീറ്റിലേക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഈ ഷീറ്റ് വെറുതെ ഒന്ന് പരത്തിയെന്നേ ഉള്ളൂ. ഇത് പരത്തേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനൊന്ന് പരത്തിയെടുക്കുന്നേ ഉള്ളൂ. ഒരു ലേശം കട്ടി കുറയ്ക്കാൻ വേണ്ടി മാത്രം ഞാൻ പരത്തിയതാണ്. ഇനി നമുക്കിതിലേക്ക് മസാല വെച്ചു കൊടുക്കാം. കുറച്ച് മസാല മതി, ഒരുപാട് മസാല വേണ്ട. ഇതിന്റെ മുകളിലേക്ക് പകുതി മുട്ട എടുത്ത് കമത്തി വെക്കാം. ഇനി ഇത് നമുക്ക് ടൈറ്റായിട്ട് കവർ ചെയ്യാം.
കോണോട് കോൺ വേണം കവർ ചെയ്യാനായിട്ട്. ഇതുപോലെ നമ്മൾ മൈദയുടെ പേസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നത് മുകളിൽ ലേശം തേച്ച് കൊടുക്കാം. ഇനി ഓരോ ഫില്ലിങ്ങും തയ്യാറാക്കിയെടുക്കാം. ഇതിന്റെ മുകളിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ല കളറൊക്കെ കിട്ടത്തുള്ളൂ. നമ്മൾ ഇന്ന് പപ്സ് ഉണ്ടാക്കാൻ പോകുന്ന ഇഡലിത്തട്ടിലാണ്. ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇഡലിത്തട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിയിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അടിഭാഗം കവർ ചെയ്യുന്ന പോലെ ഉപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ ഇഡലിത്തട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഈ തട്ടിലൊക്കെ എണ്ണ പുരട്ടി കൊടുക്കണം. എന്നിട്ട് ഓരോ പപ്സായിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു തട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ മുകളിൽ വെക്കുന്ന തട്ടിൻ്റെ അടിഭാഗത്തും എണ്ണ തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഈ താഴെ ഇരിക്കുന്ന ഈ പപ്സിൻ്റെ ഭാഗങ്ങൾ മുകളിലോട്ട് ഒട്ടിപ്പിടിക്കും. മുകളിലത്തെ തട്ടിലും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇത് ഒരു 20-25 മിനിറ്റ് കൂടുതൽ എടുക്കും. അരമണിക്കൂറിൻ്റെ അടുക്ക തന്നെ എടുക്കും ഇതായി വരാനായിട്ട്. വലിയ ഫ്ലെയിമിൽ വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്കൊന്ന് വലിയ ഫ്ലെയിം വെച്ച് കൊടുത്താലും കുറയ്ക്കണം. ഒരു അരമണിക്കൂർ എന്തായാലും എടുക്കും. പപ്സ് നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കരുത്. നന്നായിട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്ക് ഇത് മാറ്റാം. ഞാൻ വീണ്ടും ഒരു സെറ്റ് കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതിൽ സൺഫ്ലവർ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 എണ്ണം കൂടെ ഉണ്ടാക്കിയെടുക്കുവാണ്. നന്നായിട്ടായി വന്നിട്ടുണ്ട്. എണ്ണയിൽ എടുക്കാം. ഇതുപോലെ തന്നെ എണ്ണയ്ക്കകത്ത് അപ്പച്ചെമ്പിലല്ലാതെ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. പക്ഷെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അത് ഒരുമാതിരി സമോസ കഴിക്കുന്ന പോലെ കഴിക്കേണ്ടതായിട്ട് വരും. ടേസ്റ്റ് കാണും, പക്ഷെ സമോസയുടെ ഒരു ഇതായിരിക്കും. അങ്ങനെ നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെയുള്ള ടേസ്റ്റാണ്. ഇതാവുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് 4 മണിക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പം എല്ലാവരുടെയും വീട്ടിൽ ഓവൻ ഇല്ലായിരിക്കാം. ഓവൻ ഇല്ലാത്തവർക്ക് സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.